ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു LN ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വൈകുന്നേര സമയമാണ്, ഒരു 5 മണി കഴിഞ്ഞു, 5:15 ഇറങ്ങുന്നു. ഇന്നത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഈവനിങ് വൈബാണ്. പ്രത്യേകിച്ച് കോവളം സൈഡിലേക്കാണ് പോണേ. അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സൺസെറ്റ് ആയിട്ടില്ല, സൺസെറ്റിന് മുന്നേ എത്തിയാൽ കുറച്ചുകൂടി നന്നാകും. റോഡ് പണി തീർന്നിട്ടില്ല, ആസ് യൂഷ്വൽ. അങ്ങനെ കോവളം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ്. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്മസ് ഡേയുടെ അന്നാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കറിയാമല്ലോ. കോവളം പോലുള്ളൊരു സ്ഥലത്ത് ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഏരിയയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോവളം. അപ്പോൾ ഇങ്ങനെ ഒരു കുത്തിറക്കാണ്, രണ്ട് സൈഡിലും കടകൾ. ഈ സൈഡിലല്ല, ഈ സൈഡിലല്ല കടകൾ. ഒന്നൊന്നര തിരക്കാണ് കേട്ടോ ബീച്ചിൽ, ഒരു രക്ഷയില്ല. അങ്ങനെ ബീച്ച് കണ്ടോളൂ, തിരക്ക് പിടിച്ച ബീച്ച്. ഇന്നത്തെ കാഴ്ച ഇതാണ്. ഇന്ന് ക്രിസ്മസ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ട് നോക്കിക്കോളൂ. ബീച്ചിൻ്റെ സൗന്ദര്യം നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് നിറച്ച് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ്. ഇത്രയും ക്രൗഡുണ്ട് ഈവനിങ് ടൈം. അങ്ങനത്തെ അവിട്ടം വരെ നിറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ബീച്ചിൻ്റെ ആ ഭാഗത്താണ്. ലൈറ്റ് ഹൗസ് ഒരു ബ്യൂട്ടിഫുൾ മോണുമെൻ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് ഒന്ന് കണ്ടേച്ച് പോകാൻ കഴിച്ചു. എന്തോരം ക്രൗഡായത്! അയ്യോ, സെലിബ്രേറ്റിംഗ് ആണ് എല്ലാവരും. കടൽ ഒരുപാട് പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ. നല്ല സമയമാണിത്. അങ്ങോട്ട് പോയാൽ എന്തായാലും കാല് നനയും. ഞാനിപ്പോൾ കാല് നനയ്ക്കാൻ ഉദ്ദേശിച്ചില്ല, കടലിലേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. ഞാൻ ഈ കാഴ്ചകൾ ഇവിടെ നിന്ന് തന്നെ കാണുകയാണ്. കാര്യം നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം ക്രൗഡാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലുള്ള ആൾക്കാരും അല്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പം ന്യൂ ഇയർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും കോവളം ഭയങ്കര തിരക്കൊടിച്ച സ്ഥലമായി മാറും. ഇതിപ്പോൾ നിങ്ങൾ ഈവനിങ് വൈബ്സാണ് കേട്ടോ കാണുന്നത്. സൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഏകദേശം സെറ്റായി, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ബാക്കിൽ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഷാക്സും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ബാക്കിലായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്. അപ്പോൾ ലൈറ്റൊക്കെ ഇനി പെട്ടെന്ന് തന്നെ മങ്ങും. പക്ഷെ വരേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ കോവളം. പ്രത്യേകിച്ച് ഈ ക്രൗഡ് വേറൊരു രസമല്ലേ, ഇത് വേറൊരു വൈബാണ് കേട്ടോ. അങ്ങനെ മനോഹരിയായ കോവളം ബീച്ചിൻ്റെ അവിടെ സൺസെറ്റിന് മുന്നേ എത്രയെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് സൺസെറ്റ് ആയിക്കഴിഞ്ഞു, പക്ഷെ പെട്ടെന്ന് അങ്ങ് ക്ലൗഡ് വന്നങ്ങ് മാറി. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫിഷിംഗ് ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണാം. പിന്നെ ആൾക്കാർ വെള്ളം ഇങ്ങനെ മാറി ബാക്കിലേക്ക് കിടക്കണം. ഒരുപാട് ബീച്ച് ഏരിയ കിട്ടും നമുക്കിവിടെ. കോവളത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ, കടൽ കുറേ അകത്തേക്കാണ്. അപ്പോൾ ഇത്ര ദൂരം വേണമെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ഈ ബീച്ചിലൊക്കെ ലൈഫ് ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. ഇവിടെ അപകടങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അവർ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അവർ വിസിലടിച്ചിട്ട് മതി, ആ ഏരിയയിൽ പോകണ്ട, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ വരണം. പക്ഷേ ചില ആൾക്കാർ അത് അനുസരിക്കാതെ വരുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പക്ഷെ നോക്കി വിദേശികളും ഉണ്ട് കേട്ടോ, ഒരുപാട് വിദേശികളുണ്ട്. പിന്നെ ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന ആൾക്കാർ, കേരളം വിട്ടിട്ടുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളുടെ ഒരു പറുദീസയാണ് കോവളം. അത് തെളിയിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്.
കണ്ടോ കംപ്ലീറ്റ്. ഇനി ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ എല്ലാം ഉള്ള ഷാക്സിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ പോകണം. കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വലുതും ഒക്കെ ഉണ്ട്. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെയുള്ള ഒരു പിസ്സ എല്ലാം ഭയങ്കര സ്പെഷ്യൽ, അതായത് ഇറ്റാലിയൻ പിസ്സയുടെ ഒറിജിനൽ ഫോം പോലെ. നാട്ടിൽ പിസ്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ, ഇവിടെ പക്ഷേ ആ പഴയ സ്റ്റൈലിലുള്ള ബോർമയിൽ ചുട്ടെടുക്കുന്ന പിസ്സയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു പ്രത്യേക ഒരു വൈബുള്ളൊരു റെസ്റ്റോറൻ്റാണ്, ഒരു കെഫേ മോഡൽ. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം. അങ്ങനെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ ക്രിസ്മസ് ദിവസം തന്നെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റി. ഇത്രയും ക്രൗഡും ആൾക്കാരും സന്തോഷവും ഒരു ഹാപ്പി വൈബ്സും തന്നെ പറയാം. ഇപ്പോൾ ബീച്ചിൽ ഇരുട്ടി തുടങ്ങി. ഇനി ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് കയറിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകാം. ഇപ്പോൾ എല്ലാവരും ബീച്ചിൽ നിന്നും തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന തിരക്കിലേക്ക് ആയിക്കഴിഞ്ഞു. Germany. Germany, hi. Nice. Germany, hi. Okay. Nice to meet you. And Switzerland. Okay. And how do you like this place? Hot, Hot. very calm. I mean, at least where we stay. You're enjoying now? Beautiful. Okay. It's beautiful. I enjoy this very much. Yeah. And what about the food here? Well, we haven't had any Oh, yet. okay, okay. Yeah, we're looking for food. We had just Okay. What do junk you food. suggest? There's a lot of seafood here. Seafood Yeah, we don't like shacks, seafood. yeah. Sorry, no seafood for us. No, then you want what type? Vegetable. Vegetables. Only veg. definitely. Okay, veg. Vegetables. Okay. Why are you famous? I cook. You cook? Yeah, yeah. Oh, a cookie. Oh, well, we're asking the right person then. We come to your house then tonight. Oh yeah. Thank you very much. Now, this is so nice of you. Wow. Oh, well, it's a pleasure to meet one of the most famous people at Lighthouse. Great. Enjoy. Merry Happy Christmas. Christmas. Enjoy. Merry Christmas. Okay, Merry Christmas Goodbye. and Happy New Year. Okay. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിങ്ക്ലെറ്റ്സ് ഒക്കെ സാധനങ്ങൾ, ഇങ്ങനെ ചെറിയ ക്യൂറിയോസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഫോറിനേഴ്സിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഡ്രസ്സാണെങ്കിലും അവർക്ക് ഇന്ത്യൻ വെയർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അങ്ങനത്തെ കുറേ കൊള്ളാം, നമുക്കും വേണമെങ്കിൽ ഇത് ഒരു ബീച്ച് ടൂറിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ കടകളും കാര്യങ്ങളും ഭക്ഷണത്തിനുള്ള ഷാക്സും. ദ ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഇവിടെ എല്ലാ സ്ഥലത്തും ആയുർവേദ, വസ്ത്ര, പീസ്, സിൽക്ക് ടെക്സ്റ്റൈൽസ് എല്ലാം ഭയങ്കര സംഭവമാണ്. ഹത്ത യോഗ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ്. നമ്മൾ പോകുന്ന സ്ഥലമല്ല, പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടോ, ക്ലബ് മിയാമി, അങ്ങനെ വരണം. അപ്പോൾ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഇടയിലൂടെ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ജെലാറ്റോ ഇറ്റാലിയൻ ഐസ്ക്രീം, ഇതാണ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ നോക്കിയാൽ കാണാം, അനിതാസ് എന്ന് പറഞ്ഞിങ്ങനെ കണ്ടല്ലോ. അതിൻ്റെ മേളിൽ മറ്റേ ഹട്ട് മാതിരി റൂഫ് ടോപ്പിൽ വേറൊരു ആംബിയൻസ് ആണ്. കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കും. കാര്യം ഒരു ഒത്തൻറ്റിക് പിസ്സ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെയാണ്, ആ പഴയ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ. കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ അതിൻ്റെ ഒരു ആംബിയൻസ്. യെസ്. അപ്പോൾ അനിതാസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ ഓണറിനെ കണ്ടു. ഇത് ശ്രീ യൂസഫ്. ഹായ്. അപ്പോൾ എനിക്ക് വലിയ സംശയം, ഈ അനിതാസ് എന്നുള്ള പേര് നമ്മുടെ മലയാളികളുടെ കോമൺ നെയിമാണ്, അനിത എന്ന് പറയുന്ന ഒരു പേര്. അപ്പോൾ എങ്ങനെ ഈ ഒരു ജോയിൻ എങ്ങനെ അനിതാസ്? എന്ന് വെച്ചാൽ 2015 ഞാൻ ടൂറിസം സ്റ്റോപ്പ് ചെയ്തു. അതായത് ഒരു ഓർഗനൈസേഷൻ ഞാൻ നടത്തിക്കൊണ്ട് വരികയും അത് സ്റ്റോപ്പ് ചെയ്തിട്ടപ്പോഴാണ് ഇവരെ ഞാൻ
മീറ്റ് ചെയ്യുന്നത്. ആരായിരുന്നു അത്? ഈ അനീറ്റ ജർമ്മൻ ലേഡി ആയിരുന്നോ? അല്ല, സ്വീഡൻ. സ്വീഡൻ. ഓക്കെ, ഷി വാസ് ഫ്രം സ്വീഡൻ. ഷീ സ്പോൺസർ മീ സം മണി. ഓക്കെ, ഫൈൻ. എന്നിട്ട് നമ്മൾ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2016 ഈ റെസ്റ്റോറൻറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 2016. സോ അവരെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ പേര്. അപ്പോൾ ഒരു സ്വീഡിഷ് ലേഡിയുടെ പേരാണ് കേട്ടോ, അനിതാസ്. അപ്പോൾ അങ്ങനെ കോമൺ ആണോ അവിടെയൊക്കെ ആ പേര് അനിത? ആക്ച്വലി ഇത് ജർമ്മൻ ബേസ്ഡ് നെയിമാണ്. അനിത. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡെൻമാർക്ക്, സ്വീഡൻ ഇത് കോമൺ ആണ് അവിടെയൊക്കെ. നമ്മുടെ മലയാളികൾ അവിടെ നിന്ന് കിട്ടിയതായിരിക്കണം അല്ലേ ഈ അനിത എന്നുള്ളത്? മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, ഇറ്റ്സ് എ വെരി കോമൺ നെയിം അവിടെയൊക്കെ ആണെന്ന് പറഞ്ഞത്, അനിതാസ്. അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ വുഡ് ഫയർഡ് പിസയാണ്. അതായത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന പിസയാണ്. അങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നതാണ്. പുളിമരത്തിൻ്റെ ആ വിറകിൽ. ദാറ്റ് ഈസ് വുഡ് ഫയർഡ് പിസസ്. ഇതാണ് അനീതാസ് ബിസ്ട്രോ ആൻഡ് കെഫെ, ലൈറ്റ് ഹൗസ് ബീച്ച്, കോവളം. അതാണ് അതിൻ്റെ കറക്റ്റ് സ്ഥലം. അപ്പോൾ നമുക്ക് ആദ്യം ആ പിസ്സ മേക്കിങ്ങിൻ്റെ ഏരിയയിൽ കയറാം, എന്നിട്ട് നമുക്ക് വെളിയിൽ കയറി. ഓക്കെ. തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സ തന്നെയാണ് അല്ലേ? ഇറ്റാലിയൻ ടിപ്പിക്കൽ തിന്നാണ്. ഓക്കെ. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഓൾറെഡി ഒരു പിസ്സ ഇങ്ങനെ കയറാൻ പോണു അടുപ്പിലേക്ക്. ബോർമ അങ്ങനത്തെ കറക്റ്റാണ്. ഇത് നല്ല പുളി വിറകിലാണ് ഇതിനാ ചൂട് കിട്ടുന്നത്. ആ ഒരു ശരിക്കും ഭയങ്കര ഒരു ഫേർണസ് പോയത്. ഇത് ടിപ്പിക്കലാണ് കേട്ടോ. ഇതൊരു 5 മിനിറ്റിലാകുമെന്നാണ് പറയുന്നത്. ഇത് ഡോറ് ക്ലോസ് ചെയ്യുന്നില്ലേ? ക്ലോസ് ചെയ്തോളൂ. അപ്പോൾ ഈ അനിത എന്ന് പറയുന്ന പുള്ളിക്കാരി ആണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അതിനുള്ള ബാക്ക് സപ്പോർട്ട് എല്ലാം കൊടുത്ത്. അപ്പോൾ ഇടയ്ക്ക് വരും എന്നാണ് പറയുന്നത്. എവറി ഇയർ ഷീ കംസ് ഇയർ സ്വീഡനിൽ നിന്ന്. ഇത് കാണുമ്പോൾ സന്തോഷമാണ്. പുള്ളിക്കാരിയുടെ പേരിൽ റൺ ചെയ്യുന്നത് സ്വന്തം മോനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ, ഒരു 75+ അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ പിസ്സ മേക്കിങ്ങിൻ്റെ അതായത് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെഫ് ഷിബുവാണ്. ഇദ്ദേഹത്തിന് നല്ല വൈഡ് എക്സ്പീരിയൻസ് ആണ് ഇറ്റാലിയൻ പിസ്സ. അത് ഇറ്റാലിയൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണ്. എവിടെയായിരുന്നു ഇതിന് മുന്നേ? കുറേ വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ്. ഞാൻ ഇത് KTDC ഉണ്ടായിരുന്നു സമുദ്രയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലായിടത്തും പോകുമ്പോഴും കോണ്ടിനെന്റൽ ആൻഡ് ഇറ്റാലിയൻ ആണ് സ്പെഷ്യലൈസ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ എക്സ്പെർട്ട് ആയി അല്ലേ? അപ്പോൾ എന്താണ് ഈ ഇറ്റാലിയൻ പിസ്സയുടെ പ്രത്യേകത? തിന്നായിരിക്കും. തിൻ ക്രസ്റ്റ് ആണ്. ബേസ് വളരെ തിന്നാണ്. ക്രിസ്പി ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന പിസ്സയൊക്കെ കുറച്ച് അല്ലേ എന്താ പറയുക, ഒരു ബ്രെഡ് സ്റ്റൈലാണ്. അതന്നെ, ബണ്ണുമാര്. അങ്ങനെയല്ല ആക്ച്വലി പറഞ്ഞത്. ഇറ്റലിയിൽ പോയിട്ട് കഴിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അവിടത്തേക്ക് ശരിക്കും വളരെ തിൻ ക്രസ്റ്റ്, കുറച്ച് ക്രിസ്പി ടൈപ്പാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിങ്ങനെ ശരിക്കും ആ ബോർമയിൽ വെച്ചിട്ടാണ് പക്ക ടിപ്പിക്കൽ. അതാണ് ഈ പുളിവിറക് ചൂട് കൂടുതൽ കിട്ടും. 5 മിനിറ്റിൽ ഒരു പിസ്സ റെഡി ആവും അല്ലേ? എന്ത് സുഖമല്ലേ? അത് വലിയ ജോലി എന്ന് പറയുമ്പോൾ ഇതൊന്ന് തുടക്കുക, ഇത് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് വലിയ പാട്. എപ്പോഴും വൃത്തിയാക്കി. അല്ല, ഫസ്റ്റിൽ നമ്മൾ ഇത് ഇട്ട് വിറവിട്ട് കത്തിച്ചതിന് ശേഷം കംപ്ലീറ്റ് കനലായതിനു ശേഷം, തീ ആയതിനു ശേഷം ഇതിനെല്ലാം ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റുക. ഈ തീ കംപ്ലീറ്റ് ഒതുക്കുക. അപ്പോൾ ഈ ഫ്ലോർ കംപ്ലീറ്റ് നല്ല ചൂടായിരിക്കും. ഇതിന് പിന്നെ തുടക്കുക. അപ്പോൾ എങ്ങനെ പറ്റുന്നു? അതാണ് ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അത് ശരി. അപ്പോൾ ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കണോ? അപ്പോൾ പല വെറൈറ്റീസ് ഉണ്ട്, പല പിസ്സാസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ടോപ്പിംഗ്സ് ആയിട്ട്. ഇവിടുത്തെ ഏറ്റവും മൂവിങ് ഏതാണ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ഗസ്റ്റുകൾ കൂടുതൽ കഴിക്കുന്ന പോളോ ചിക്കനാണ്. പോളോ എന്ന് പറയുന്ന പിസ്സ. പിന്നെ നമ്മുടെ സ്പെഷ്യലൈസ് നമ്മുടെ സ്പിനച്ചും മഷ്റൂം ഇട്ടിട്ട് അനിതാസ് നമ്മുടെ ഓൺ സ്പെഷ്യൽ ആണ്. ABC പിസ്സ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അനിതാസ് പിസ്സ, ബിസ്ട്രോ ആൻഡ് കഫേ. അതിന്റെ ABC പിസ്സ. ഓക്കെ. പിന്നെ വേറെ ഒരുപാട് പിസ്സകളുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഒന്നും ചെയ്യുന്നില്ല, ആവശ്യം അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും അതെല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പിസ്സ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു കാണാം. അങ്ങനെ അനിതാസ് ബിസ്ട്രോ ആൻഡ് കെഫേയിലാണ്. ഇവിടെ വന്നപ്പോൾ 2 ആൾക്കാരെ പരിചയപ്പെട്ടു. മാനസി ആൻഡ് രഞ്ജിത്ത്, ഹസ്ബൻഡാണ്. മാനസി രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ യാദൃശ്യമായി കണ്ടതാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഓക്കെ, അത് ഇവിടുത്തെ ആൾക്കാരാട്ടോ, ഈ ഭാഗത്ത് തന്നെ താമസിക്കുന്നത്, കോവളം. അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന സ്ഥലം അപ്സ്റ്റേഴ്സ്. ഓക്കെ. വേറൊരു ആംബിയൻസ്, വേറൊരു മൂഡാണ് കേട്ടോ ഇവിടെ. ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ പ്ലസ് മേളിലൊരു ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ, മജ്ലിസ്. അവിടെ കയറി നമുക്ക്.
ഓക്കെ, ഇതാണ് മജ്ലിസ് സെറ്റപ്പ്. സാധാരണ അറബിക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണുന്നൊരു സംഭവമാണ്. ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാം. ഇത് അപ്സ്റ്റേഴ്സ് ആട്ടോ, നല്ല രസമുണ്ട്. ഓപ്പൺ എയർ പോലെ തന്നെയാണ്. അതിന് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഓപ്പണായി കിടക്കുക. പാം ലീവ്സ് കൊണ്ടാണ് റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ സന്ധ്യ ആകണതിന് മുമ്പേ അല്ലേ, ലൈറ്റ് പോകുന്നതിന് മുമ്പ് വേറൊരു മൂഡായിരിക്കും. ലൈറ്റ് പോയി കഴിഞ്ഞാൽ വേറൊരു മൂഡ്. ആൾക്കാർക്ക് ഈ ലൈറ്റൊക്കെ കാണാൻ ഇഷ്ടമല്ലേ? ഇവിടെ ഫുള്ളൊരു ഡിം ലൈറ്റ്, വേറൊരു മൂഡാട്ടോ ടോട്ടലി. റെസ്റ്റോറൻറ്റ് അകത്താണെങ്കിലും ഭയങ്കര ലൗഡായിട്ടുള്ള ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഡിം ലൈറ്റ് സെറ്റപ്പാണ് എപ്പോഴും കാണുന്നത്. ഇത്തരം ഒരു ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാകും. നമുക്ക് പക്ഷേ മജ്ലിസ് സെറ്റപ്പ് വേണ്ട. നമുക്ക് താഴെ പോയി റെസ്റ്റോറൻറ്റിലിരുന്ന് പിസ്സ എല്ലാം കഴിക്കാം. ഫുൾ ഫോറിനേഴ്സാണ് അവിടെ, കാണുമ്പോൾ അറിയാം. എല്ലാവരും കൂടുതലും നാട്ടിലെ ആൾക്കാർ കുറവാണ്. 3 monkeys. മിണ്ടരുത്, കാണരുത്, പറയരുത്, ഓക്കെ, കേൾക്കരുത്, ഓക്കെ. ഇത് നമ്മുടെ കോക്കനട്ട് ഷെല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബുക്സ് കണ്ടോ വായിക്കാനായിട്ട് കുറച്ച് ചെറിയൊരു ലൈബ്രറി പോലെ ഒരു ബുക്ക് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനിതാസ് റെസ്റ്റോറൻറ്റ് കഫേയുടെ ഉള്ളിൽ അപ്സ്റ്റേഴ്സ് അവിടെ ഇരിക്കുവാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ആംബിയൻസാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റും ഡിം ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കംപ്ലീറ്റ് ഫോറിനേഴ്സാണ് കൂടുതലും ഗസ്റ്റായിട്ട് വരുന്നത്. പക്ഷേ ഇന്ത്യൻ ക്രൗഡ് വരാറുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്കും വരും. എന്നാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വരണം എന്നാണ് പറയുന്നത്. നമ്മളതൊക്കെ മിസ് ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ എന്തിനാണ് വരാതിരിക്കുന്നത്? നമുക്കും വരാം, ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുമല്ലോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ ഒരു വേർഷനിലും അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടും ഫുഡ് ഉണ്ടാക്കി തരും. ഇവിടെ ഇന്ത്യൻ ഫുഡും ഉണ്ട്, എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓണർ യൂസഫിനെ ഞാൻ പരിചയപ്പെടുത്തി. പുള്ളിയും കൂടെ ഞാനിവിടെ ഇരുത്തിയിരിക്കുവാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാനിങ്ങനെ മെനു എടുത്ത് നോക്കാം. ഇവർക്ക് നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ത്യൻ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇവർക്ക് ഹോട്ടലുണ്ട് ഇതിൻ്റെ ബാക്കിൽ, അക്കോമഡേഷനുള്ള ഹോട്ടൽ. പിന്നെ റാപ്സ്, ബ്രെഡ്സ്, പിന്നെ സൂപ്സ് ഉണ്ട്, ചോയ്സ് ഓഫ് സൂപ്പ് ഉണ്ട്. ലൈറ്റായിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് ഉണ്ട്, ഡിഷസ് ഉണ്ട്, പിന്നെ സലാഡ്സ് ഉണ്ട്. ആൻഡ് ഇത് നമ്മളിപ്പോൾ പിസയിലാണ് വന്ന് നിൽക്കുന്നത്. ഇതുപോലത്തെ പിസ വേറെ എവിടെയും ഇല്ല, എൻ്റെ അറിവിലില്ല. ഈ വുഡിൽ തന്നെ ഫയർ ചെയ്ത് കിട്ടുന്നതില്ല അല്ലേ? ഇല്ല. അത് മാത്രമല്ല ടിപ്പിക്കൽ ഇറ്റാലിയൻ തിൻ ക്രസ്റ്റിലെ പിസ വേറെ 1-2 സ്ഥലത്തുണ്ട്. പക്ഷേ അതൊക്കെ മെറ്റൽ ഗ്രിൽസാണ് യൂസ് ചെയ്യണം അല്ലേ? ഇതുപോലെ മെറ്റൽ അടുപ്പിലാണ് ഉണ്ടാക്കണം. പക്ഷേ ഇതുപോലെയുള്ള ബോർമയിൽ വിറകടുപ്പിലല്ല. പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ പിസയിൽ തന്നെ ABC പിസ്സ പറഞ്ഞല്ലോ, ഇത് ഇവരുടെ നിങ്ങളുടെ സിഗ്നേച്ചർ പിസ്സയാണ് ഈ ഹോട്ടലിൻ്റെ. പിന്നെ മാർഗരേറ്റ ഉണ്ട്, പിന്നെ പോളോ ഉണ്ട്. പോളോ ആണ് ചിക്കൻ ഇന്ത്യൻസിന് കൂടുതൽ. അപ്പം ഞാൻ മിക്കവാറും അത് പ്രിഫർ ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും നമുക്കുള്ളതും ഉണ്ടല്ലോ. പിന്നെ സീ ഫുഡിൻ്റെ ഉണ്ട് കേട്ടോ, ട്യൂണയൊക്കെ വരുന്ന പിസ്സയുണ്ട്. പിന്നെ വെജ് ആയിട്ടുള്ളതുണ്ട്, വെജ് ചീസ് വിത്ത് മഷ്റൂം, ഗാർലിക്, കേപ്പേഴ്സ്, ഒലിവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്കൺ അങ്ങനെ വരുന്നതുണ്ട്. പിന്നെ ചിക്കൻ ഡിഷസ് അല്ലാണ്ടുണ്ട്, ടിക്ക മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെന്താ, പിന്നെ ഞാനിങ്ങനെ നോക്കി ഇന്ത്യൻ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടംപോലെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ പനീർ ടൈപ്പ്, ആലു ഗോബി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ചോയ്സ് ഓഫ് ബ്രെഡ്സ് ആൻഡ് റൈസ്, ബീട്രൂട്ട് റൈസ്, കോക്കനട്ട് റൈസ്, ക്യാരറ്റ് റൈസ്, സാദാ റൈസ്, ജീര റൈസ്, ഗാർലിക് റൈസ്, ജിഞ്ചർ റൈസ്, ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ബ്രെഡ്സ്, അപ്പം, ദോശ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ചപ്പാത്തി, കേരള പറാട്ട. പിന്നെ ഇവർക്ക് കുറച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്ന് വരുന്നുണ്ട് അല്ലേ? സൂപ്പർ ബൗൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സൂപ്പർ ബൗൾ എന്ന് പറയുന്ന ഒരു സ്റ്റീംഡ് വെജിറ്റബിൾ ആണ്. അത് മോസ്റ്റ്ലി ഈ യോഗ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവർ പ്രിഫർ ചെയ്യുന്നത്. യോഗ ആൾക്കാർ വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് നല്ല പ്യൂർ വെജാണ്. പിന്നെ ഒരു എന്താ പറയുക, സാത്വിക് ഫുഡ് എന്ന് പറയും അല്ലേ? കുറച്ച് അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ ആൾക്കാർക്ക് മെഡിറ്ററേനിയൻ ഒരു സ്റ്റൈലാണ് അതുണ്ടാക്കുന്നത്. ഓക്കെ, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? മാംഗോ മിൻറ്റ് ചട്നിയൊക്കെ ചേർത്താണ് കൊടുക്കുന്നത്. കുറേ സീഡ്സ്, നട്ട്സ് ടോപ്പ് ചെയ്തിട്ട് കൊടുക്കും. ചിക്ക് പീ, കുക്കുംബർ, ബീറ്റ്റൂട്ട്, ഭയങ്കര ഹെൽത്തിയാണത്. കാണുമ്പോൾ അറിയാം സൂപ്പർ ബൗളിൽ വരുന്നത്. ഓക്കെ, ഒരുപാട് പ്രോട്ടീനൊക്കെ പാക്ക് ചെയ്ത് വരുന്നൊരു സംഗതിയാണ്. പിന്നെ സീ ഫുഡിൻ്റെ സെപ്പറേറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഡിസേർട്ട്സും കുറേ ചോയ്സ് ഉണ്ട്. അത് വേറൊരു ടൈപ്പാണ്. ഇവരുടെ കൂടുതലും ചോക്ലേറ്റ് മൂസ് അല്ലേ? ചോക്ലേറ്റ് മൂസ് നമ്മളിവിടെ ഇവർ തന്നെ ഉണ്ടാക്കണ മൂസ് വിത്ത് ക്രീം കൊടുക്കും. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ അങ്ങനെ അതില്ല, റെഡിമെയ്ഡ് അല്ല, ദേ മേക്ക് ഇറ്റ്. പിന്നെ അവക്കാഡോ വിത്ത് ഹണി ആൻഡ് ബനാന, ഫ്രൂട്ട് സലാഡ്സ് ഉണ്ട്.
പിന്നെ അതുപോലെ പാൻ കേക്ക്സ് ഉണ്ട് വിത്ത് ഐസ്ക്രീമൊക്കെ കൊടുക്കാം. ബ്രിസ്റ്റോ ഷെഫിൻ്റെ സ്പെഷ്യൽ ഉണ്ട്, പിന്നെ ലേഡീസ് ഫേവറേറ്റ് ഉണ്ട്, പാനക്കോട്ട ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാം. ഓക്കെ, താങ്ക് യു. ജ്യൂസ് കൊണ്ടുവരാൻ പറയാം അല്ലേ. ഇവിടെ ക്രൗഡ് കൂടി വരുന്നുണ്ട്, സമയം അങ്ങോട്ട് പോകും തോറും. ഇപ്പം സമയം ആക്ച്വലി 7:20 അപ്പോൾ ഒരു ഇപ്പം തന്നെ ആൾക്കാർ എനിക്ക് പേടി എന്താ അറിയാം, നമ്മളിവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുമോ എന്നാലോചിക്കും. നമ്മൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടല്ലേ എടുക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ ഒരു ലൈറ്റിൽ ഒരു സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അവർ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്താലും ഇത് എൻജോയ് ചെയ്യും. ഇവരുടെ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ 2 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഇയർ വന്ന് താമസിക്കുന്നു. ഇവർക്ക് സ്ഥിരം ഗസ്റ്റുകളുണ്ട്. ഇവരുടെ ഹോട്ടലിൽ താമസിച്ചിട്ട് റെസിഡൻസ് അവിടെ എടുക്കും. ഓക്കെ, വെൽക്കം ഡ്രിങ്ക്. ദിസ് ഇസ് എന്താ ഇത് പറയാ നിങ്ങൾ? ഇത് സൺസെറ്റ് ആണ്. സൺസെറ്റ് നമ്മൾ പോമഗ്രാനൈറ്റ്, പൈനാപ്പിൾ, പിന്നെ ക്യാരറ്റ്, പൈനാപ്പിൾ ആൻഡ് പൊമഗ്രാനൈറ്റ്. മാതളം, ക്യാരറ്റ്, പിന്നെന്താ പൈനാപ്പിൾ. ഓക്കെ, ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. റിഫ്രഷിങ്. സൺസെറ്റിൻ്റെ ഒരു കളർ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് നമ്മുടെ ഈവനിങ് വൈബ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൂഡ് വേറെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്ന ഒരു പ്ലേസാണ് കോവളം. കോവളത്ത് ഹിഡൻ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത ഒത്തിരി കഫേസ് ഉണ്ട്, കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലൊരു സ്ഥലമാണ് ഇതും. എല്ലാം ബീച്ച് സൈഡാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കിടന്ന് കറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസിൻ്റെ താഴെയുള്ള ബീച്ചിൻ്റെ ആ ഭാഗത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗോവയിൽ പോണ പോലെയോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബീച്ച് സൈഡിൽ പോയി നമ്മൾ എൻജോയ് ചെയ്യില്ല. ആ ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ കോവളത്ത് കിട്ടും ഒരുപാട്. പിന്നെ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്രൗഡ് കാണുമ്പോൾ തന്നെ കുറേ ഫോറിനേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ അത് വേറൊരു ആംബിയൻസാണ്. ഞാൻ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിൽ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ നോക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എല്ലാ കാറ്റഗറി ഓഫ് ഫുഡും നമ്മൾ ടേസ്റ്റ് ചെയ്യും. എനിക്ക് നാടനാണ് ബേസിക്കലി ഇഷ്ടം. അപ്പോൾ നമ്മൾ കുഞ്ഞു കടകൾ തൊട്ട് എല്ലാ ടൈപ്പ് ഓഫ് കടകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഒരു വേർതിരിവ് ഒരു കാര്യത്തിലും കാണിക്കാൻ പാടില്ല. എല്ലാ ടൈപ്പ് ഫുഡും നമ്മൾ അറിയണ്ടേ. പറ്റുന്ന പോലെയൊക്കെ വരിക, കഴിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വരവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അനുമോളോ വിഷ്ണുവോ എല്ലാവരുമായിട്ട് വരാൻ, പോയിച്ചേട്ടനായിട്ട് വരാം. അതൊക്കെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ വരുന്നുണ്ടാവും. പക്ഷേ അത് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നില്ലല്ലോ. ഇത് ഷൂട്ട് ചെയ്യുന്നത് ബേസിക്കലി നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ലെമൺ റൈസിൻ്റെ ഫിഷ് പൊള്ളിച്ചത്, ബനാന ലീഫ്. യെസ്, അതായത് പിസ്സ ആണ് മനസ്സിൽ കണ്ടു വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നാടൻ വിഭവമായിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത്. ഇത് നെയ്മീനിലാണോ ചെയ്തത്? ഓക്കെ, നെയ്മീനിൽ ചെയ്ത ഫിഷ് പൊള്ളിച്ചതും അതിൻ്റെ കൂടെ ഫോറിനേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യണത് ലെമൺ റൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും ഞാൻ വർക്കല ഒരു ഷോപ്പിൽ പോയപ്പോഴും ഇതുപോലെയായിരുന്നു, റെസ്റ്റോറൻറ്റിൽ ലെമൺ റൈസ് വിത്ത് ഫിഷ് പൊള്ളിച്ചത്. അതാണ് ആ ഒരു കോംബോ. അപ്പോൾ അതാദ്യം ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം, എന്നിട്ട് പിസയിലേക്ക് പോകാം. നിറയെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നോക്കിയാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ മസാലയായിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് വേറെ സ്റ്റൈലാണ്. ഓരോ സ്ഥലത്തും ഓരോ ശൈലിയാണല്ലോ. നല്ല ഫ്രഷ്. അപ്പോൾ കുറച്ച് ലെമൺ റൈസ്, വെരി കളർഫുൾ, കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നു. പൊള്ളിച്ചതിൽ നിന്നും കുറച്ചെടുക്കാം. നല്ല കുറച്ച് ഗ്രേവി ടൈപ്പാണ് കേട്ടോ. ഇനി ഇത് ആണ് മിക്സ് ചെയ്ത് കഴിക്കണ്ടേ. അടിപൊളി കോമ്പിനേഷൻ തന്നെ. ലെമൺ റൈസ് വിത്ത് ഫിഷ് പൊള്ളിച്ചത്. അത് നെമ്മീനായതുകൊണ്ട് കോംപ്ലിക്കേഷനൊന്നുമില്ല, മുള്ളൊന്നും ഇല്ലല്ലോ.
പിസ്സ ഈസ് റെഡി. പോളോ പിസ്സയാണ്. പോളോ പിസ്സ, അതായത് ചിക്കൻ പിസ്സ. വാവ്, ഹോട്ട് ഒരു വുഡൻ ട്രേ തന്നെ വരുന്നത്. ഓക്കെ. ടൊമാറ്റോ സോസും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചീസ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓ, നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ചീസാണ്? ചീസാണ്. ഓക്കെ. അപ്പം മോസറല്ലയൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടാക്കും? ഓക്കെ. അവർ ഉണ്ടാക്കുന്ന ചീസും ഡോയും ഇവിടെ തന്നെ ഉണ്ടാക്കണമാണല്ലോ. ഓക്കെ. എവറിത്തിങ് ഹോം മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഉണ്ടാക്കിയത്. നോക്കി അതിൻ്റെ ക്രസ്റ്റൊക്കെ കാണിച്ചു തരാം. ബേസ് നോക്കിക്കോളൂ. പിസ്സയുടെ ബേസ് വളരെ തിന്നാണ്. ഇത് അങ്ങനെയാണല്ലോ, ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ പിസ്സയെല്ലാം ഇങ്ങനെ യൂസ് ചെയ്ത് വരും. ഇത് ചിക്കനാണ്, ഇത് പോളോ എന്നാണ് ഇതിന് പറയുന്നത്. നൈസ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ ടേസ്റ്റാണ്. പെർഫെക്റ്റ്ലി ഡൺ. അത്യാവശ്യം സ്പൈസിയാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട്, എന്നാലും എക്സ്ട്രാ ആയിട്ട് ഇതേ നോക്കിയേ ഒറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എക്സ്ട്രാ എരിവ് വേണമെങ്കിൽ ഒറിഗാനോടെയൊക്കെ എക്സ്ട്രാ മണം. എന്നിട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫുൾ ചീസ്. അടിപൊളി. ഓക്കെ, തിന്നാണ്. നോക്കൂ ആ ക്രസ്റ്റ് കണ്ടോ, കുറച്ച് ക്രിസ്പി ടൈപ്പ്. ഇതാണ് ശരിക്കുള്ള ഇറ്റാലിയൻ പിസ്സയുടെ റിയൽ ഷേപ്പും സൈസും ഉണ്ട്. അതിൻ്റെ ടെക്സ്ചർ എക്സാക്റ്റാണ്. ഞാൻ റൂമിലും വെനിസിലൊക്കെ പോയപ്പോൾ അവിടുന്ന് കഴിച്ച പിസ്സയും ഇങ്ങനത്തെ ടൈപ്പാണല്ലോ, നമ്മൾ കഴിക്കുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ടൈപ്പാണ്. ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പിസ്സയാണ് ഇവിടുത്തെ പോളോ പിസ്സ. ബിക്കോസ് ചിക്കനും ചില്ലി ഫ്ലേക്സും ആ ഒരു ഫ്ലേവറാണ്. ടിപ്പിക്കൽ ഇറ്റാലിയൻ ടോപ്പിംഗ് അല്ല. ഇനി അടുത്ത കാലത്തൊന്നും ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല പിസ്സ കഴിച്ചിട്ടില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ശരിക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. പിസ്സ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ ഇവിടെ ഫോറിനേഴ്സിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, പക്ഷേ നമ്മുടെ ആൾക്കാർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓണർ തന്നെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ, ഒന്നും രക്ഷയില്ല. സെക്കൻഡ് പിസ്സ ഈസ് ഓൾസോ ABC പിസ്സ. അതിൽ വരുന്ന കാര്യങ്ങൾ മഷ്റൂം, സ്പിനച്ച്, നമ്മുടെ ഗാർഡനിലുള്ള സ്പിനച്ച് തന്നെയാണ്. ഇവിടെ ഉണ്ടല്ലേ പാലക്ക്. ഓക്കെ. ഇവരുടെ തന്നെ വളർത്തുന്ന പാലക്കും മഷ്റൂംസ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഇത് ഇവരുണ്ടാക്കുന്നതാണ്, പിസ്സ സോസ്. ഇവരുടെ മോസറല്ല ചീസും ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്, ഒന്നും കടയിൽ നിന്ന് വാങ്ങണമില്ല. പിന്നെ അറിയാലോ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. വുഡ് ഫയർഡ് പിസ്സ. ഇത് നോക്കിയേ, ഇങ്ങനെ വലിഞ്ഞ് വരുന്നതുണ്ടോ, ചീസ് ഹോട്ട്. അപ്പോൾ ഇത് പ്യുവർ വെജാണ്. അടിപൊളി കേട്ടോ, യമ്മി. ഹോം മെയ്ഡ് ചോക്ലേറ്റ് മൂസ്. ഇവിടുത്തെ ഡിസേർട്ട്സിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. 2 പിസ്സ കഴിച്ച് എൻ്റെ വയറ് പൊട്ടാ. ഇതേ ഇതിനകത്ത് ക്രീമും കൂടി ചേർന്നാണ് വരുന്നത്, വിത്ത് ക്രീമാണ്. ആ മൂസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിത്ത് ക്രീം ലെയറുണ്ട്. എൻ്റെ മുകളിൽ ചെറിയ ടോപ്പിംഗ് ഉണ്ട്. ഹോം മെയ്ഡ്. ഡെത്ത് ബൈ ചോക്ലേറ്റ് പോലെ ഭയങ്കര ചോക്ലേറ്റി, ഭയങ്കര ടേസ്റ്റ്, ഈ ഒരു രക്ഷയില്ല. അടുത്ത ഡിസേർട്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് അറിയാലോ, ലേഡീസ് ഫേവറേറ്റ്. അതിൽ എന്തൊക്കെയാണ് വരിക? പൈനാപ്പിൾ, ഗ്രിൽഡ് ആപ്പിൾ, പട്ട, ഏലക്ക, അതാണ് ഇട്ടിരിക്കുന്ന ഫ്ലേവർ. ഹണി ഉണ്ട്, ഇനി ചോക്ലേറ്റ് ആൻഡ് വാനില ഐസ്ക്രീം. ഇത് ഗ്രിൽഡ് ആപ്പിളാണ്. ഇത് ലേഡീസ് ഫേവറേറ്റ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ. എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ?
അടിപൊളി. എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിക്കുന്നത്. നല്ല ഹോട്ട് ഗ്രിൽഡ് ആപ്പിൾ വിത്ത് സിനമൺ ആൻഡ് ഏലക്ക പട്ടയുടെ ആ ഒരു ഫ്ലേവർ, ആ ഹണിയും ചോക്ലേറ്റും വാനില രക്ഷയില്ല. ഈ അനിറ്റ കഫേ ആൻഡ് ബിസ്ട്രോയിലേക്ക് വരിക. ഫാമിലിയായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരാം. ഇത് കൂടാതെ ലേഡീസ് ഒള്ളി ട്രിപ്പായിട്ട് വരാം, ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് അടിപൊളിയായിരിക്കും. ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഡെഡ്ലി കോമ്പിനേഷൻ പോലെ എന്ത് രസമായിരിക്കണം. സൂപ്പർ. ഇത് ബ്രിസ്റ്റോ സ്പെഷ്യൽ എന്ന് പറയുന്ന ഡിസേർട്ടാണ്. ദാറ്റ് ഈസ് സ്ലൈസസ്, നമ്മുടെ പൈനാപ്പിൾ സ്ലൈസസിനെ ഓറഞ്ച് ജ്യൂസിലിങ്ങനെ ഇട്ട് എന്താ പറയുക, ഗ്രില്ല് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ ബോയിൽ ചെയ്യണം. യെസ്, ഫ്രൈങ് പാനിലിട്ടിട്ട് ഇങ്ങനെ. ഇതും ഗ്രില്ലിംഗ് എന്ന് തന്നെ പറയാം അല്ലേ. റം ഒഴിച്ചിട്ട് അതിങ്ങനെ കത്തും അല്ലേ. നേരെ വിത്ത് ഐസ്ക്രീം, റം സോസ് ഓപ്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഏതാണ്ടൊക്കെ ആയി. റം ഒഴിച്ചിട്ട് അതിങ്ങനെ കത്തും അല്ലേ. ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ വിത്ത് ഐസ്ക്രീം. ഇതിങ്ങനെ ഫ്ലാമൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. റം ഒഴിച്ചിട്ട്, റം സോസ് കുറച്ച് റം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അത് ഐസ്ക്രീമിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കും. ഇത് ഹോട്ട് വിത്ത് ദി ഐസ്ക്രീം, കോൾഡ് ഐസ്ക്രീം. ഓറഞ്ച് ജ്യൂസിൽ സിനമൺ സ്റ്റിക്ക്, സിനമൺ ആ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിസേർട്ട്സ്. ഇവിടുത്തെ ബ്രിസ്റ്റോ സ്പെഷ്യലാണിത്. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായി എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന വിഭവങ്ങൾ കൊണ്ട് എൻ്റെ വയറും നിറഞ്ഞു. അപ്പോൾ നല്ലൊരു വിരുന്നായിരുന്നു എന്ന് തന്നെ പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ ഇവിടെ വരാനായിട്ട്. ഇത് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർ. എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ലല്ലോ, ഒരു മോഡറേറ്റ് നോർമലാണ്, കുറച്ച് കുറവാണ് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി റീസണബിൾ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ട് വരിക, ഫ്രണ്ട്സായിട്ട് വരിക, ഒരു ഈവനിങ് വൈബ് ആസ്വദിക്കാനായിട്ട്. കോവളക്കുന്ന ആ ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ആ ഭാഗമെല്ലാം ഒന്ന് കറങ്ങി വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ വെള്ളത്തിൻ്റെ കരയിൽ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ മങ്ങി ഇവിടുത്തെ ലൈറ്റ്സൊക്കെ അപ്പായി കഴിയുന്ന ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക് ആൻഡ് ദ ആംബിയൻസ് വിത്ത് ബ്യൂട്ടിഫുൾ ഫുഡ്. ഒരു എന്താ പറയുക, യമ്മി ചോയ്സ് ഓഫ് ഫുഡ് ഉണ്ട് ഇഷ്ടംപോലെ. ഇവിടുത്തെ പിസ്സ എനിക്ക് ഇതുപോലെ വേറെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന്. ഒരു 50 മീറ്റേഴ്സ് അകത്തോട്ടാണ് നമ്മൾ. അത് കുഴപ്പമില്ല, അത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. 50 മീറ്റേഴ്സ് അകത്തോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ വന്ന വഴി നിങ്ങൾ കണ്ടല്ലേ, ജസ്റ്റ് ഒരു ചെറിയൊരു ഇടവഴി പോലെ വരും. അത് ആ വരവ് തന്നെ രസമാണ്. രണ്ട് സൈഡിലും വേറെ ഷോപ്സ് ഉണ്ട്, നല്ല കളർഫുൾ അല്ലേ ഈ യാത്ര. ജസ്റ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇറ്റ്സ് വെരി നൈസ്. കയറുമ്പോൾ തന്നെ കാണാം അനീറ്റ അല്ലേ, അനീറ്റാസ് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സൈൻ ഉണ്ട്. ഓക്കെ, ഒരു പാടുമില്ല. അപ്പോൾ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ഓൾ.